പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി തിയറി എക്സാമിനേഷന് ശേഷം ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ അതിൻ്റെ പ്രൊസീജിയർ സഹിതം ചർച്ച ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ. ആദ്യമായി നമുക്ക് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാം. ഇത്തവണ പ്രാക്ടിക്കൽ എക്സാമിനേഷന് 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ 6 ചോദ്യങ്ങളിൽ നിന്നും 2 ചോദ്യങ്ങളാണ് കുട്ടികൾ തിരഞ്ഞെടുത്ത് സോൾവ് ചെയ്യേണ്ടത്. ആ 2 ചോദ്യങ്ങൾക്കും തുല്യ സ്കോറാണുള്ളത്. ഓരോ ചോദ്യത്തിൻ്റെയും പ്രൊസീജിയർ എഴുതുന്നതിന് 10 മാർക്കും അതിൻ്റെ ലാബ് പ്രവർത്തനങ്ങൾക്ക് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് നൽകുന്നതിനായി 6 മാർക്കും ആണ് നൽകുന്നത്. അതായത് ഒരു ചോദ്യത്തിന് മൊത്തം 16 മാർക്ക്. അങ്ങനെ 2 ചോദ്യങ്ങളുണ്ടാവും. മൊത്തം 32 മാർക്കാണ് അവക്ക് ഉള്ളത്. അതിനുശേഷം പ്രാക്ടിക്കൽ റെക്കോർഡിന് 4 മാർക്കും പ്രാക്ടിക്കൽ വൈവക്ക് 4 മാർക്കും. അങ്ങനെ മൊത്തം 40 മാർക്കാണ് പ്രാക്ടിക്കൽ ഇവാലുവേഷന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ഇവാലുവേഷനുള്ളത്. ഈ നിർദ്ദേശങ്ങൾക്ക് പുറമെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഉണ്ടാവുന്ന 6 ചോദ്യങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ടെക്സ്റ്റ് ബുക്കിലെ ഏതെല്ലാം പാഠഭാഗങ്ങളുമായി ഏതെല്ലാം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തവണ. അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ പാഠഭാഗങ്ങളിലെ ഏതെല്ലാം പാഠഭാഗങ്ങളിൽ നിന്ന് ഏതെല്ലാം ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. ആദ്യം സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് എന്ന യൂണിറ്റിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനായിട്ടുള്ള കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ് എന്നീ ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനായിട്ടുള്ള സം ഈഫ്, റൗണ്ട് അപ്പ് എന്നീ ഫംഗ്ഷനുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. ദെൻ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന യൂണിറ്റിനെ അടിസ്ഥാനമാക്കി ആ യൂണിറ്റിലെ ദെൻ പേറോൾ അക്കൗണ്ടിംഗ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാഫ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ എന്ന യൂണിറ്റിൽ നിന്നും ബാർ ചാർട്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ ഫിഫ്ത്ത് യൂണിറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് ഇനിക്കാത്ത എന്ന യൂണിറ്റിൽ നിന്നും ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്രം ട്രാൻസാക്ഷൻ നൽകി അതിൻ്റെ അടിസ്ഥാനമാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ അക്കൗണ്ടിംഗ് എന്ന യൂണിറ്റിൽ നിന്നും ദെൻ ക്രിയേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 6 ക്വസ്റ്റ്യനാണ് ഇത്തവണത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഇത്തവണത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ സ്കോറിംഗ് സ്കീം എന്താണെന്ന് മനസ്സിലാക്കാം. ദെൻ അറ്റംപ്റ്റ് എനി 2 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 6. നൽകിയിട്ടുള്ള 6 ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും 2 ക്വസ്റ്റ്യനാണ്. അതിൽ ആ ഓരോ ക്വസ്റ്റ്യനും പ്രൊസീജിയറിന് മാക്സിമം സ്കോർ ഫോർ പ്രൊസീജിയർ, ഓരോ ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ്റെയും പ്രൊസീജിയറിന് മൊത്തം 2 × 10 മൊത്തം 20 മാർക്ക് ഉണ്ടായിരിക്കും. മാക്സിമം സ്കോർ ഫോർ ഔട്ട്പുട്ട്
കൃത്യമായ ഔട്ട്പുട്ട് നൽകുന്നതിന് 6 സ്കോർ വീതം 2 × 6 മൊത്തം 12 മാർക്ക്. മാക്സിമം സ്കോർ ഫോർ പ്രാക്ടിക്കൽ ലോ ബുക്ക് 6 മാർക്ക്. ദെൻ മാക്സിമം സ്കോർ ഫോർ വൈവ 4 സ്കോർ. ദെൻ ടോട്ടൽ സ്കോർ ഫോർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 40. ഇങ്ങനെയാണ് ഇത്തവണത്തെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ സ്കോറിംഗ് സ്കീം. ഇനി നമുക്ക് ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ സ്പ്രെഡ്ഷീറ്റ് എന്ന യൂണിറ്റിൽ നിന്നാണ്. ആ സ്പ്രെഡ്ഷീറ്റ് എന്ന യൂണിറ്റിലെ ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനായിട്ടുള്ള കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ് എന്നീ ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. കൺസിഡർ ദി ഫോളോയിങ് ടേബിൾ. Answer the following question using appropriate functions. A. How many cells contain numbers only? Count the number of cells contain any value. Count the number of empty cell. Count the number of cells containing the value exceeding 1000. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ആ ടേബിൾ 390, 651 എങ്ങനെ കുറേ നമ്പേഴ്സും സ്റ്റോക്ക്, ക്യാഷ് എന്നീ എല്ലാ കുറേ നമ്പേഴ്സും ടെക്സ്റ്റൊക്കെ നൽകിയിട്ടുള്ള ഒരു ടേബിളാണ്. ആ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം, ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ആ ടേബിളിൽ അല്ലെങ്കിൽ ആ റേഞ്ചിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ ഉള്ള എത്ര സെല്ലുകളുണ്ട്, എംറ്റി സെല്ലുകൾ എത്രയുണ്ട്, ആ സെല്ലുകളിൽ തന്നെ 1000 മുകളിൽ നമ്പറുള്ള സെല്ലുകൾ എത്രയുണ്ട് എന്നീ കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദെൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചില ഫങ്ഷനുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സെൽ കണ്ടെയ്ൻ നമ്പേഴ്സ് ഓൺലി. എത്ര സെല്ലുകളിലാണ് നമ്പേഴ്സ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഏത് ഫങ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? കൗണ്ട് ദി നമ്പർ ഓഫ് സെൽ കണ്ടെയ്ൻ എനി വാല്യൂ. എന്തെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യാമെന്ന് നമുക്കറിയണം. എംറ്റി സെല്ലാണ് തേർഡ് വൺ. കൗണ്ട് ദി നമ്പർ ഓഫ് എംറ്റി സെൽ. എംറ്റി സെല്ലുകൾ, അതായത് ഒന്നും രേഖപ്പെടുത്താത്ത സെല്ലുകൾ എത്രയുണ്ട് എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയണം. അതോടൊപ്പം തന്നെ 1000 മുകളിൽ വാല്യൂ ഉള്ള എത്ര സെല്ലുകളുണ്ട് അതായത് ഒരു പ്രത്യേക കണ്ടീഷൻ നൽകി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾ എത്രയുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ റിട്ടേൺ ദി കൗണ്ട് ഓഫ് ന്യൂമറിക് വാല്യൂ ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് സെൽ. ഒരു റേഞ്ച് ഓഫ് സെല്ലിൽ നിന്നും സെല്ലിലുള്ള നമ്പറുകൾ എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. ആ കൗണ്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് കൗണ്ട് ദെൻ ബ്രാക്കറ്റിൽ റേഞ്ച്. ആ കൗണ്ടിൽ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ ആ റേഞ്ച്, ഏത് റേഞ്ചിൽ നിന്നാണോ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റേഞ്ച് അഡ്രസ്സ് നൽകുക. ദ നെക്സ്റ്റ് സെക്കൻഡ് ഫംഗ്ഷനാണ് കൗണ്ട് എ. ദിസ് ഫംഗ്ഷൻ കൗണ്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് സെൽ വിച്ച് കണ്ടെയ്ൻ എനി വാല്യൂ. എന്തെങ്കിലും വാല്യൂ ഉള്ള ഒരു റേഞ്ചിൽ എന്തെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകൾ എത്രയെ എന്ന് നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് കൗണ്ട് എ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. കൗണ്ട് എ ഫംഗ്ഷന്റെ സിൻടാക്സ് ആണ് കൗണ്ട് എ ബ്രാക്കറ്റിൽ റേഞ്ച്. ദെൻ തേർഡ് ഫംഗ്ഷൻ നമുക്ക് പരിചയപ്പെടാം, കൗണ്ട് ബ്ലാങ്ക്. ദിസ് ഫംഗ്ഷൻ കൗണ്ട് ദി നമ്പർ ഓഫ് എംറ്റി സെൽ ഇൻ ദി ഗിവൺ റേഞ്ച്. നൽകിയിട്ടുള്ള റേഞ്ചിൽ എംറ്റി സെല്ലുകൾ എത്ര എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് കൗണ്ട് ബ്ലാങ്ക് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ റേഞ്ച്. ദെൻ ലാസ്റ്റ് വൺ, കൗണ്ട് ഈഫ്. ദിസ് ഫംഗ്ഷൻ കൗണ്ട് ദി സെൽ ദാറ്റ് മീറ്റ് എ ഗിവൺ കണ്ടീഷൻ. ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾ എത്ര എന്ന് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൗണ്ട് ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. കൗണ്ട് ഈഫ് ഫംഗ്ഷന്റെ സിൻടാക്സ് കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ റേഞ്ച് കോമ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ നൽകേണ്ടത് നമ്മൾ ഒരു ഡബിൾ ഇൻവെർട്ട്
കൊട്ടേഷനിലാണ്, ഡബിൾ കൊട്ടേഷനിലാണ് ക്രൈറ്റീരിയ നമ്മൾ നൽകേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഈ 4 ഫംഗ്ഷനുകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഫംഗ്ഷനുകൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലിബ്രിയോഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ആയിട്ടുള്ള ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യണം. അതിനുള്ള പാത്താണ് ആപ്ലിക്കേഷൻ, ഓഫീസ്, ദെൻ ലിബ്രിയോഫീസ് കാൽക്ക്. ആപ്ലിക്കേഷൻ മെനുവിലെ ഓഫീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ലിബ്രിയോഫീസ് കാൽക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ് ഇൻ സെൽ A1 to J2. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ കൃത്യമായി എൻ്റർ ചെയ്യുക. നോക്കൂ, A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. അപ്പം ABCD എന്ന് കാണാം, അത് കോളം ഹെഡിങ്ങുകളും 1 2 എന്ന് പറഞ്ഞാൽ റോ നമ്പറുകളുമാണ്. അത് നിങ്ങൾ ലിബ്രിയോഫീസ് കാൽക്കിൽ എൻ്റർ ചെയ്യേണ്ടതില്ല. മറ്റു കാര്യങ്ങളാണ്, തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ എൻ്റർ ചെയ്യേണ്ടത്. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഫോളോയിങ് ലേബൽസ് ആൻഡ് ഫോർമുല. താഴെ കാണുന്ന ലേബലുകളും ഫോർമുലകളും എൻ്റർ ചെയ്യുക. ദെൻ K1, K2, K3, K4 എന്നീ സെല്ലുകളിലായി നമ്പർ ഓഫ് സെൽ കണ്ടെയ്ൻ ഓൺലി നമ്പർ, number of cell contain any value, number of empty cell, number of cell contain the value greater than 1000 എന്നീ കാര്യങ്ങൾ K1, K2, K3, K4 എന്നീ സെല്ലുകളിൽ എൻ്റർ ചെയ്തിടുക. അപ്പോൾ ഇവയെല്ലാം നമ്മളുടെ ലേബലുകളാണ്. അതിനുശേഷം തൊട്ടടുത്ത K1 എന്ന സെല്ലിന് തൊട്ടടുത്തായിട്ടുള്ള L1 എന്ന സെല്ലിൽ ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ A1 to J2 എന്ന ഫോർമുല ടൈപ്പ് ചെയ്യുക. ദെൻ L2 എന്ന സെല്ലിൽ കൗണ്ട് A ബ്രാക്കറ്റിൽ A1 to J2 എന്ന ഫോർമുല എൻ്റർ ചെയ്യുക. ദെൻ L3 സെല്ലിൽ കൗണ്ട് ബ്ലാങ്ക് A1 to J2 എന്ന ഫോർമുല എൻ്റർ ചെയ്യുക. ദെൻ L4ൽ കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ A1 to J2 കോമ ദെൻ കൊട്ടേഷനിൽ ഗ്രേറ്റർ ദാൻ 1000 എന്ന് എൻ്റർ ചെയ്യുക. അപ്പം ഇത്രയും ഫോർമുല എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം സൊല്യൂഷൻ പൂർത്തിയായി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ K1, K2, K3, K4 എന്നീ സെല്ലുകളിൽ തന്നെ എൻ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് സെൽ കണ്ടെയ്ൻ ഓൺലി നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടുള്ള ABCD എന്നീ ഇങ്ങനെ കൊടുത്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ലൈവായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സൂചിപ്പിച്ചു. ആപ്ലിക്കേഷൻ മെനുവിലെ ഓഫീസിൽ ലിബ്രിയോഫീസ് കാൽക്ക് എന്ന കാൽക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ നമുക്ക് എൻ്റർ ചെയ്യാം. A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അപ്പോൾ സ്ക്രീനിൽ കാണാം A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് K1, K2, K3, K4 എന്നീ സെല്ലുകളിൽ നമ്മൾ ചില ലേബലുകൾ എൻ്റർ ചെയ്യേണ്ടതുള്ളൂ. ആ ലേബലുകൾ എന്താണെന്ന് ഞാൻ പ്രൊസീജിയറിൻ്റെ കോളത്തിൽ കാണിച്ചു. അവയെല്ലാം നമ്മൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ K1, K2, K3, K4 എന്നീ സെല്ലുകളിൽ ക്വസ്റ്റ്യനിലുള്ള ലേബലുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി L1, L2, L3, L4 എന്നീ സെല്ലുകളിലാണ് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർമുല എൻ്റർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെല്ലിലായിട്ട് L1 സെല്ലിൽ ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ A1 to J2
കൗണ്ട് എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്താൽ ആ ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇനി A1 to J2 എന്ന് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. A1 to J2 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ വന്നു കഴിഞ്ഞു. ദെൻ ഇനി നെക്സ്റ്റ് സെല്ലിലായി അടുത്ത ഫോർമുല എൻ്റർ ചെയ്യാം. L2 കോളത്തിൽ ഈക്വൽ ടു കൗണ്ട് A1 to J2 എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിന് പകരമായി നമുക്ക് ഈ A1 മുതൽ J2 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കായി ആ സെൽ അഡ്രസ്സ്, ആ റേഞ്ചിൻ്റെ അഡ്രസ്സ് അവിടെ വന്നതായിട്ട് കാണാൻ കഴിയും. A1 മുതൽ J2 വരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ സെൽ അഡ്രസ്സ് ഇവിടെ കാണാവുന്നതാണ്. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നത് അടുത്ത L3 സെല്ലിൽ empty സെല്ല് കൗണ്ട് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് എൻ്റർ ചെയ്യാം. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്. ബി എന്ന് പ്രസ് ചെയ്തപ്പോഴേക്കും കൗണ്ട് ബ്ലാങ്ക് ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നു കഴിഞ്ഞു. മുകളിൽ കാണാം. നിങ്ങൾ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താലും മതി. ഇനി ഇവിടെ കൗണ്ട് ബ്ലാങ്കിൽ A1 to J2 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്യേണ്ടതില്ല. നമ്മൾ A1 മുതൽ J2 വരെയുള്ള ആ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിങ്ങൾക്ക് A1 to J2 എന്ന് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ A1 to J2 എന്ന് കാണാം. എൻ്റർ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 2 empty സെല്ലുകളാണ് ഈ റേഞ്ചിലുള്ളത്. ദെൻ ലാസ്റ്റ് കൗണ്ട് നമ്പർ ഓഫ് സെൽ കണ്ടെയ്ൻ ദി വാല്യൂ ഗ്രേറ്റർ ദാൻ 1000. 1000-ൽ കൂടുതൽ സംഖ്യകളുള്ള സെല്ലുകൾ എത്ര എന്ന് കൗണ്ട് ചെയ്യാനാണ് 4th ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ഫംഗ്ഷനാണ് കൗണ്ട് ഈഫ്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഇവിടെ ഫോർമുല എൻ്റർ ചെയ്യാം. ഈക്വൽ ടു കൗണ്ട് ഈഫ്. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. ആ ബ്രാക്കറ്റിൽ ആദ്യം A1 to J2 സെലക്ട് ചെയ്താൽ മതി. ആ റേഞ്ച് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി കൗണ്ട് A1 to J2 എന്ന് കാണാം, കോമ. ഇനി നമുക്ക് 1000-ൽ കൂടുതലുള്ള സെല്ലുകളാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഡബിൾ കൊട്ടേഷനിൽ ഗ്രേറ്റർ ദാൻ 1000 എന്ന് ടൈപ്പ് ചെയ്യുക. ആ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ 1000 എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഡബിൾ കൊട്ടേഷനിലാണ്. A1 to J2-ന് ശേഷം കോമ നൽകാൻ മറക്കരുത്. അപ്പോൾ ഇനി 500-ൽ കൂടുതലുള്ളതാണെങ്കിലോ ഗ്രേറ്റർ ദാൻ 500, 600-ൽ കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 600 എന്നിങ്ങനെ നൽകാവുന്നതാണ്. എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കാണാവുന്നതാണ്. നമ്പറുകളുള്ള 12 സെല്ലുകളുണ്ട്. എനി വാല്യൂ ഉള്ള 18 സെല്ലുകൾ. empty സെല്ലുകൾ 2 എണ്ണമാണുള്ളത്. ദെൻ 1000-ൽ കൂടുതൽ സംഖ്യകളുള്ള 2 സെല്ലുകളാണുള്ളത്. അപ്പോൾ ഇനി ഈ സെല്ലുകളുടെ തുകകളിലോ മറ്റൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ സെല്ലുകളുടെ നമ്പറുകളിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി ഞാൻ ഇവിടെ 765 എന്ന സെല്ല് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നോക്കൂ, അതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ കൗണ്ടുകളിൽ വന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ വീണ്ടും അത് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൽ വന്ന മാറ്റങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ആപ്ലിക്കേഷൻ ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. K1, K2, K3, K4 എന്നീ സെല്ലുകളിൽ അതിൻ്റെ ലേബലുകൾ എൻ്റർ ചെയ്യുക. ഇവിടെ ഈ നമ്പർ ഓഫ് സെൽ കണ്ടെയ്ൻ ഓൺലി നമ്പർ അല്ലെങ്കിൽ എനി വാല്യൂ എന്ന് എൻ്റർ ചെയ്യുന്നതിന് പകരം ABCD എന്നിങ്ങനെ എൻ്റർ ചെയ്താലും മതി. ഇനി ഈ K1, K2, K3 എന്നീ സെല്ലുകളിൽ തന്നെ എൻ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് എവിടെയും ഇത് എൻ്റർ ചെയ്യാം. ഉദാഹരണമായി ഞാൻ ഇവിടെ ABCD എന്നിങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ നൽകി ഈ സെല്ലുകളിൽ അതിൻ്റെ ഫോർമുല എൻ്റർ ചെയ്യാണ്. ഉദാഹരണം കൗണ്ട്
എ ബ്രാക്കറ്റിൽ A1 to J2 ഇത് എൻ്റർ ചെയ്തു. അതിൻ്റെ റിസൾട്ട് കിട്ടി. അടുത്ത് കൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാനാണ്. അപ്പോൾ കൗണ്ട് എ അല്ല കൗണ്ടാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കൗണ്ട് എ. അപ്പോൾ ഈക്വൽ ടു കൗണ്ട് എ ബ്രാക്കറ്റിൽ A1 to J2 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ പ്രസ് ചെയ്യുന്നു. ദെൻ അടുത്തത് എം ടി സെല്ലാണ്. അപ്പോൾ കൗണ്ട് ബ്ലാങ്ക് ദെൻ A1 to J2 ആ റേഞ്ച് സെലക്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ട് കിട്ടി. ലാസ്റ്റ് കൗണ്ട് ഈഫ് അല്ലേ, കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ A1 to J2 കോമ ഡബിൾ കൊട്ടേഷനിലാണ് നൽകേണ്ടത് ഗ്രേറ്റർ ദാൻ 1000. ദെൻ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു. എൻ്റർ ചെയ്യുക. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, A1 to J2 എന്ന റേഞ്ചിന് ശേഷം കോമ നൽകാനും ഡബിൾ കൊട്ടേഷനാണ്. സിംഗിൾ കോട്ട് 2 തവണ നൽകുന്നതല്ല, ഡബിൾ കൊട്ടേഷനാണ്, പ്രത്യേകം മറക്കാതിരിക്കുക. എൻ്റർ പ്രസ് ചെയ്താൽ റിസൾട്ട് വരുന്നത് കാണാം. അപ്പം ഇങ്ങനെ നൽകിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ ഒന്നുകൂടി ആവർത്തിക്കാം. ഫസ്റ്റ് ഓപ്പൺ ലിബർ ഓഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് കാൽക്ക്. സെക്കൻഡ് സ്റ്റെപ്പ് എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ് ഇൻ സെൽ A1 to J2. തേർഡ് സ്റ്റെപ്പ് എൻ്റർ ദി ഫോളോയിങ് ലേബൽസ് ആൻഡ് ഫോർമുല. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഔട്ട്പുട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ ഔട്ട്പുട്ടാണ് നമ്മളുടെ റെക്കോർഡ് ബുക്കിൽ ഔട്ട്പുട്ടായി രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇന്നത്തെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ഉന്നയിക്കണം. കൃത്യമായി ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.